ഗോതമ്പ് പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിറയെ ഹോളുകളുള്ള നല്ല സോഫ്റ്റായ പാലപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്കൊന്ന് മാവ് തയ്യാറാക്കണം. ഇതേപോലെ നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്ന മാവാണ് നമുക്ക് ആദ്യം തയ്യാറാക്കേണ്ടത്. ഇത് അരച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇട്ട് വൈകിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഈ പാലപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കുക. 2 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് തേങ്ങ ചിരകിയത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് തേങ്ങ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ വെള്ളം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താലും മതി. തേങ്ങ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തിരിയും കൂടി സ്വാദുണ്ടാവും. പഞ്ചസാര ഞാൻ 1 ടീസ്പൂണാണ് ചേർത്തേക്കണത്, ടേബിൾ സ്പൂണല്ല. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പാലപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. നമുക്ക് സാധാരണ വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുക്കാം. എപ്പോഴും നമ്മൾ ഗോതമ്പിൻ്റെ ദോശയൊക്കെ കഴിക്കുന്ന നേരം കൊണ്ട് ഇതേപോലെ ഒരു പാലപ്പമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. സാധാരണ ദോശമാവൊക്കെ തയ്യാറാക്കണത്ര ലൂസിലാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. അധികം വെള്ളം കൂടി പോകരുത്. അപ്പോൾ നമ്മുടെ പാലപ്പം റെഡിയായി കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറ് കൂടി കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇതേപോലെ നമ്മൾ ദോശമാവ് തയ്യാറാക്കുന്നത് പോലെ ഇതേപോലെ ലൂസാക്കി വെക്കുക. ഇത് സ്പൂൺ കൊണ്ടൊന്ന് അടിച്ച് വെക്കുക. പെട്ടെന്ന് ഇത് പൊങ്ങി കിട്ടും. പെട്ടെന്ന് എയർ ഹോൾ വരാനായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് റെഡിയായി കിട്ടും. ഒന്ന് അടച്ചു വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി അതിൻ്റെ അടപ്പുമേലൊക്കെ പിടിച്ച് താന്നു നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ ബബിളൊക്കെ ഒന്ന് കളയാതെ തന്നെ നമുക്കിനി പാലപ്പം തയ്യാറാക്കാം. സ്റ്റൗ കത്തിച്ചൊരു അപ്പച്ചട്ടി വെക്കുക. ഒരു തവി മാവ് എടുത്ത് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിക്കുക. എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് ഇതുപോലെ ബബിളൊക്കെ വരും. അത് വന്നതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് സിമ്മിലാക്കുക. 1 മിനിറ്റ് വേണ്ട, നമ്മുടെ പാലപ്പം റെഡി. നിറയെ ഹോളുകളുള്ള നല്ല സോഫ്റ്റായ പാലപ്പമാണ്. അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അരക്കലും കഴിയും, ഉണ്ടാക്കലും കഴിയും. ഇത് ചിക്കൻ കറിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾ കറിയുടെ ഗ്രീൻ പീസോ കടല എന്ത് വേണമെങ്കിലും ഇതിനോട് ഒപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ രാവിലെ വൈകിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെയല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കണം. ഇടയ്ക്ക് ഇതേപോലെ സോഫ്റ്റായ പാലപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കില്ലേ? എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല ഹോളുകളൊക്കെ ഉള്ള നല്ല അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്നത് മുറിച്ച് നോക്കാം. ഇത്രയും നല്ല സോഫ്റ്റാണ്. നമ്മൾ തൊടുമ്പോൾ തന്നെ അതേപോലെ അത് കണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.